ഹലോ, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ചിക്കൻ പെപ്പർ ഡ്രൈ റോസ്റ്റ് ആണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലൊരു പാൻ വെക്കുക. ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. ഇതിലോട്ട് ഞാനൊരു 1/4 കിലോ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കൻ ചേർത്ത് ഇതിലോട്ട് ആവശ്യത്തിനുള്ള മസാല ചേർത്ത് ആദ്യം ചിക്കൻ വേവിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ വിനീഗറാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലെമൺ ജ്യൂസ് ആയാലും മതി, ചേർത്ത് കൊടുത്താൽ മതി. ഒരു പുളിക്ക് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വെള്ളം അധികം ആവരുത്, ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം മതിയാവും. ഇനി നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം ചിക്കൻ. ഇതിപ്പോൾ പെട്ടെന്ന് വേവുന്ന ചിക്കൻ ആയതുകൊണ്ടാണ് ഞാനിത് പാനിൽ ചെയ്യുന്നത്. നല്ല വേവുള്ള ചിക്കനൊക്കെ ആണെങ്കിൽ നിങ്ങളിത് പ്രഷർ കുക്കറിൽ ചെയ്താൽ മതിയാവും. ഇപ്പോൾ ചിക്കൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് തുറന്ന് വെച്ച് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാൻ പോവാണ്. നമ്മൾ ഡ്രൈ റോസ്റ്റ് ആണല്ലോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചിക്കനിലുള്ള ബാക്കിയുള്ള വെള്ളം ഒന്ന് തുറന്ന് വെച്ച് നമുക്ക് വേവിച്ച് അതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം ആദ്യം. ഇപ്പോൾ ചിക്കനിലുള്ള വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ചീനച്ചട്ടി അല്ലെങ്കിൽ കടായി വെച്ച് കൊടുക്കാം. അതിലോട്ട് നമുക്ക് ആദ്യം തന്നെ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവല്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു വലിയ സവാളയാണ്. സവാള കട്ട് ചെയ്ത് ഇതുപോലെ കൈ വെച്ച് ഒന്ന് ഉടച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഒരു 2 വലിയ പച്ചമുളക് നടു കീറിയിട്ട് ഇട്ട് കൊടുക്കുക. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് ആദ്യം തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. അധികം വഴറ്റിയെടുക്കണ്ട, ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വന്നാൽ മതി. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റും 1 ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടിയാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം വറുത്ത് പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ആ പൊടിയുടെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച ചിക്കനാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് വെള്ളം ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തോടു കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് പിന്നെ ഡ്രൈ ആക്കി എടുത്താലും മതി. ഇപ്പം ഞാൻ നല്ല ഡ്രൈ ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ്റെ പീസസൊക്കെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. നന്നായി വഴറ്റി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി കളറ് മാറി വരുന്നവരെ നന്നായിട്ട് ചിക്കനും ഈ മസാലയും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഈ സമയത്ത് ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നല്ല എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കുക, അല്ലാത്തവർക്ക് ചേർത്ത് കൊടുക്കാതിരിക്കാം.
ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ നമുക്ക് ചിക്കൻ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് ചിക്കൻ്റെ കളറൊക്കെ മാറി തുടങ്ങും. അതുവരെ നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അടി പിടിക്കാതെ നോക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ ചട്ടിയിലൊക്കെ പറ്റി വരും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഫ്ലെയിം കൂടി പോകരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് അതിൻ്റെ ചിക്കൻ്റെ മേലെ ഇങ്ങനെ പുരണ്ട് കിടക്കണം. ആ ഒരു പരുവാണ് നമുക്ക് കിട്ടേണ്ടത്. ഇപ്പോൾ ചിക്കൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ലാസ്റ്റായിട്ട് ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പില നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിത് ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. പിന്നെ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്